ചേർന്നൊരുക്കുന്ന കുഞ്ഞു കടകൾ നാട്ടിൻപുറങ്ങളിൽ സാധാരണമാണ്. പട്ടികയും പഴയ സാരിയും പുതുപ്പുമെല്ലാം ഉപയോഗിച്ച് കുട്ടികൾ ഭംഗിയായി പണിത കടകൾ. പിന്നാലെ മിഠായികളും പലഹാരങ്ങളുമെല്ലാം വാങ്ങി കട മുഴുവൻ നിറയ്ക്കുകയും ചെയ്യും. കോലുമിഠായി, ഉപ്പിലിട്ടത്, ചിപ്സ്, സർബത്ത് തുടങ്ങിയ എല്ലാ ഐറ്റങ്ങളും ഇവിടെയുണ്ട്. മാതാപിതാക്കളോടും ബന്ധുക്കളോടും പണം വാങ്ങിച്ച് ഹോൾസെയിൽ കടയിലെത്തിയാണ് പീടികയിലേക്കുള്ള സാധനങ്ങൾ വാങ്ങിക്കുന്നത്. കടയിൽ മാറി മാറി എപ്പോഴും ആളുണ്ടാകും. ചില്ലറയില്ലെങ്കിൽ പേടിക്കേണ്ട, ഗൂഗിൾ പേയും ഉണ്ട്. ഇഷാൻ, റയാൻ, മിൻഹ, ഫാത്തിമ, ഷാജിൻ തുടങ്ങി 5 പേർ ചേർന്നാണ് മുക്കം കാരിശ്ശേരിക്കടുത്ത് കട നടത്തുന്നത്. ആരാ പൈസ തരാ? എത്ര വന്ന്? 500 രൂപയെന്നോ? ഇന്നൊരു കച്ചവടം വല്ലതും നടന്നോ? എന്തൊക്കെയാ പോയി? എടേ കച്ചവടം നടക്കുന്നുണ്ടല്ലേ? എത്ര ആളാ? 5. ആരൊക്കെ 5 ആള്? ഞങ്ങള് 4 ആളും പിന്നെ ഒരാളൂടെ ആണല്ലേ? നേരിട്ട് ഇതൊക്കെ പഠിച്ച് എങ്ങനെ കച്ചവടം ചെയ്യാനൊക്കെ പറ. ഓരോരോ വീഡിയോയിലുണ്ട്. ആണോ? എക്സ്പയർ ആയി പോവോ? ഡേറ്റ് കഴിഞ്ഞു പോവോ? ആണല്ലേ? ഓക്കെ. ഇന്നലെ വാങ്ങിനി കഴിഞ്ഞു പോയി. എത്ര സാധനം വിറ്റു? ഇത്ര സാധനം ഉണ്ടേനി ഇന്നലെ കഴിഞ്ഞു. ആണല്ലേ? ഓക്കെ. ഇതൊക്കെ സാധനം വാങ്ങാനൊക്കെ നിങ്ങൾ തന്നെയാ പോവാ? ഇവിടെ ഏരിയ സൂപ്പർ മാർക്കറ്റ് മുക്കത്ത്. കൊയിലാണ്ടി ചേലിയയിലും ഉണ്ട് ഇതുപോലൊരു കുട്ടിക്കട. അവിടെ പക്ഷേ ഒറ്റയാൻ പോരാട്ടമാണ്. 7ാം ക്ലാസ്സുകാരനായ മുഹമ്മദ് നബ്ഹാനാണ് കട നടത്തുന്നത്. സർവത്ത്, ഐസർദി, മിക്സഡ് ഉപ്പിലിട്ട തേമുട്ടായി, കടല മുട്ടായി, ജെല്ലി മുട്ടായി, സ്പൂൺ മുട്ടായി, ഒക്കെ ഉറുപ്പ്യൻ്റെ ശോഭാസ്, അങ്ങനെ കുറെ സാധനം. വരുവാട ഹോൾസെയിൽ കടയല്ലേ? കുട്ടികളെയും മുതിർന്നവരെയും ആകർഷിക്കുന്ന പല സാധനങ്ങളും ഈ കടയിലുണ്ട്. മൊബൈൽ ഫോണുകളിലും ടെലിവിഷനും സമയം ചെലവഴിക്കുന്നതിന് പകരം ഇത്തരം ക്രിയാത്മകമായ ചിന്തകൾ കുട്ടികളിലുണ്ടായ സന്തോഷത്തിലാണ് മിക്ക മാതാപിതാക്കളും. ഇ ടി വി ഭാരത്, കോഴിക്കോട്.